സ്ഥിതിവിവരക്കണക്കുകൾ നോക്കുമ്പോൾ കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോഴും 6.9%. സ്ഥിര തൊഴിലുകൾക്ക് പുറമെ താൽക്കാലികമാണെങ്കിൽ പോലും കടുത്ത മത്സരമാണുള്ളത്. തൊഴിലില്ലാത്തവർ കൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പണിപ്പെടേണ്ടി വരുമെന്ന് സാരം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇൻഡീഡ് കാനഡയുടെ റിപ്പോർട്ടും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അവധിക്കാലത്തേക്ക് മാത്രമായി പാർട്ട് ടൈം തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് കണക്കുകൾ. അതേസമയം സീസണൽ തൊഴിൽ താൽപര്യം സമ്പദ് വിപണിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് അത്ര ഗുണകരമല്ലെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സ്ഥിരവരുമാനത്തിലുള്ളവർ പോലും സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ താൽക്കാലിക ജോലിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണെന്ന് സീനിയർ ഇക്കണോമിസ്റ്റ് ബ്രണ്ടൻ ബെർണാഡ് പറയുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയിൽ നിന്നുള്ള ഒക്ടോബർ മാസത്തെ തൊഴിൽ വിപണി റിപ്പോർട്ട് കാണിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായ തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടും തൊഴിലില്ലായ്മ നിരക്ക് 6.9% ഉയർന്നത് അതേപോലെ തുടരുന്നു എന്നാണ്. ക്രിസ്മസ്, സാന്റ എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് സീസണൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ. നവംബർ ആദ്യം മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ 1000 ആളുകളും തൊഴിലന്വേഷണത്തിൽ 3 ഇങ്ങനെയുള്ള പാർട്ട് ടൈം ജോലിക്കായിരുന്നു. നവംബർ മുതലുള്ള തൊഴിലന്വേഷണങ്ങളിലെല്ലാം അവധിക്കാലത്തേക്കെന്ന സൂചനയായിരുന്നു ജോലി തിരയുന്നവർ നൽകിയത്. 2023-22 കാലങ്ങളിൽ ഇങ്ങനെയുള്ള അന്വേഷണ നിരക്ക് യഥാക്രമം 2.5 2.2 ആയിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാണ് ആളുകൾ സീസണൽ ജോലികൾ പരിഗണിക്കുന്നത്. എന്നാൽ പോലും പോയ വർഷങ്ങളെ അപേക്ഷിച്ച് സീസണൽ ജോലി അത്ര എളുപ്പത്തിൽ ലഭിക്കാനുള്ള സാഹചര്യം നിലവിൽ കാനഡയിൽ ഇല്ല. ദുർബലമായ തൊഴിൽ വിപണിയാണ് സീസണൽ ജോലികളെയും പ്രശ്നത്തിലാക്കിയത്. ചുരുക്കത്തിൽ തൊഴിൽ തേടുന്നവർക്ക് നല്ല കാലമല്ല കാനഡയിൽ എന്ന് ചുരുക്കം. തൊഴിലന്വേഷകരുടെ എണ്ണത്തിനനുസരിച്ച് പുതിയ ജോലി ഒഴിവുകൾ കുറയുന്നതിനാൽ ജോലിക്ക് വേണ്ടി മത്സരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ് കാലത്തിന് ശേഷം മങ്ങിവരുന്ന തൊഴിൽ സാധ്യതകളും ഏറെ ബാധിച്ചിട്ടുണ്ട്. യുവജനങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. കൂടിയ പണപ്പെരുപ്പവും ഉയർന്ന പലിശ നിരക്കും കനേഡിയൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മന്ദഗതിയിലാക്കുന്നതും നിയമനങ്ങളെ ബാധിക്കുന്നുണ്ട്. പല കമ്പനികളും പുതിയ നിയമനങ്ങൾക്ക് മടിക്കുന്ന സ്ഥിതിയാണുള്ളത്. അടുത്ത കാലത്തുണ്ടായ അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളും താരിഫ് ഭീഷണികളും കാനഡയുടെ ഉൽപാദന ഗതാഗത മേഖലകളെ പ്രതികൂലമായി ബാധിക്കുകയും ജോലി നഷ്ടത്തിലേക്ക് കടുത്ത രീതിയിൽ തന്നെ നയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ തൊഴിലില്ലായ്മ ഉയരുമ്പോഴും മറ്റൊരു ഭാഗത്തെ ചില തൊഴിലുകൾക്കുള്ള ഡിമാൻഡ് ഇപ്പോഴുമുണ്ട്. ഹെൽത്ത് കെയർ, നൈപുണ്യ തൊഴിൽ മേഖലയിൽ മികച്ച ആളുകളെ കിട്ടുന്നില്ല എന്ന പ്രശ്നം കാരണമാണത്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചത് കാരണം പല കോളേജുകളിലും ആ വിഭാഗത്തിലുള്ള വരുമാനം നിലയ്ക്കുന്നതിനും അതുവഴി വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായി. കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളായിരുന്നു കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കാനഡയിൽ ആളുകളെ ആവശ്യമുള്ള തൊഴിൽ മേഖലകൾ ഏതാണെന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഒരുങ്ങുകയും ചെയ്യുകയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിലുള്ള ഏക പോംവഴി. പരമാവധി നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്വയം മെച്ചപ്പെടുത്തുകയും കാനഡയിലെ തൊഴിൽ വിപണിക്കായി സ്വയം സജ്ജരാകുകയും ചെയ്യുന്നവർ ഇവിടെയും അതിജീവിക്കും. MC ന്യൂസ്, കാനഡ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.